ഉയർന്ന ചൂട് മൂലം ഉപയോഗം വർദ്ധിച്ചതോടെ വിതരണത്തിനായി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി പ്രതിദിനം KSEB വാങ്ങുന്നത് 10 ദശലക്ഷത്തിലേറെ യൂണിറ്റ് വൈദ്യുതി. 2023 ഏപ്രിൽ മിക്ക ദിവസങ്ങളിലും 72 മുതൽ 76 വരെ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്നും വാങ്ങിയിരുന്നത്. ഈ മാസം പ്രതിദിനം വാങ്ങുന്നത് 82 മുതൽ 86 ദശലക്ഷം യൂണിറ്റ് ആണ്. ഇതിൽ പീക്ക് സമയത്തെ വൈദ്യുതിക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നു. ശനിയാഴ്ച 110.14 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ആവശ്യമായി വന്നത്. ആഭ്യന്തര ഉൽപ്പാദനം 23.91 ദശലക്ഷം യൂണിറ്റ് മാത്രമായിരുന്നു. ഇതിൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം 21.78 ദശലക്ഷം യൂണിറ്റാണ്. 86.23 ദശലക്ഷം യൂണിറ്റാണ് കേരളത്തിന് പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതി. പ്രതിദിന ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 30 ദശലക്ഷം യൂണിറ്റിൽ താഴെ തന്നെ തുടരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 29.09 ദശലക്ഷം വരെ പ്രതിദിനം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനയുണ്ടായി. ഇപ്പോൾ അത് ഭൂരിഭാഗം ദിവസങ്ങളിലും 20 ദശലക്ഷം യൂണിറ്റിൽ താഴെയാണ്. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും 70 ദശലക്ഷം യൂണിറ്റിൽ താഴെയായി പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങൽ നിലനിർത്താനായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഈ ഏപ്രിലിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിദിനം 500 മുതൽ 800 മെഗാവാട്ട് വരെ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനമാണ് സംസ്ഥാനത്തെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ് രേഖപ്പെടുത്തിയത്. 5608 മെഗാവാട്ടായിരുന്നു അന്നത്തെ ഉപയോഗം. ഉയർന്ന ചൂടും ഉഷ്ണതരംഗ സാധ്യതയും വരും ദിവസങ്ങളിൽ വലിയ തോതിൽ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് KSEB. ഡാമുകളിലെ വൈദ്യുതി ഉൽപ്പാദനം ക്രമീകരിച്ചിട്ടുണ്ട്. ജലനിരപ്പ് താഴുന്നതുകൂടി കണക്കിലെടുത്താണിത്. ഇടുക്കി ഡാമിലെ ഞായറാഴ്ചയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 36.57%. കൂടുതൽ വൈദ്യുതി ആവശ്യകതയുള്ള ഇടങ്ങളിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും KSEB ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.